ചേറ്റൂർ ശങ്കരൻ നായരെ ഏറ്റെടുത്ത് ബിജെപിയുടെ പുതിയ രാഷ്ട്രീയ നീക്കം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ബിജെപി നേതാക്കളും ചേറ്റൂർ ശങ്കരൻ നായരുടെ കുടുംബ വീടുകളിൽ സന്ദർശനം നടത്തി. ചേറ്റൂരിന്റെ ചരമദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും ബിജെപി പിന്നാലെ പ്രഖ്യാപിച്ചു. സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്താൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ എത്തിയേക്കും. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചേറ്റൂർ ശങ്കരൻ നായരുടെ ഒറ്റപ്പാലത്തെ വീട്ടിലും ചന്ദ്രനഗറിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരുടെ വീട്ടിലും സന്ദർശനം നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ചേറ്റൂരിന്റെ ചരമദിനത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാനുള്ള പാർട്ടിയുടെ നീക്കം. ചേറ്റൂരിന്റെ സമാധി സ്ഥലത്ത് പുഷ്പാർച്ചന നടത്താൻ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ എത്തിക്കാനാണ് നീക്കം. ഭാരതത്തിന്റെ മുഴുവൻ കോണുകളിലും അദ്ദേഹത്തിൻ്റെ ചരിത്രം എത്തിപ്പെടേണ്ട ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം എന്ന് പറയുന്നത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കോൺഗ്രസ്സുകാർ പോലും ചേറ്റൂർ ശങ്കരൻ നായരെ മറന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ ചരിത്രത്തിൽ നിന്നും മറന്നുപോയിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളെ ജനങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായ പരിശ്രമങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിൽ നടന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെ മുൻ ദേശീയ അധ്യക്ഷനെ അനുസ്മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ സന്ദർശനം. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനമെന്നാണ് സൂചന. കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചതായും എന്നാൽ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് അർഹമായ പരിഗണന നൽകണമെന്ന് ആഗ്രഹിക്കുന്നതായും കുടുംബാംഗമായ ജസ്റ്റിസ് ചേറ്റൂർ ശങ്കരൻ നായരും പറഞ്ഞു. സ്വകാര്യ സന്ദർശനമായിരുന്നു. അപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, ഒഫീഷ്യലായിട്ട് ഉള്ള മീറ്റിംഗ് അല്ല, പക്ഷേ കുറേയൊക്കെ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. നമ്മളുടെ ഏറ്റവും അറിയപ്പെടുന്ന മഹാനായ ഒരു മനുഷ്യനെ മലയാളി മാത്രം മറന്നു. നേരെ മറിച്ച് വടക്കേ ഇന്ത്യയിലുള്ളതാണെങ്കിൽ അവർക്കറിയാം. AICCയുടെ ആദ്യത്തെയും അവസാനത്തെയും ആയ പ്രസിഡന്റ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇനി ഒരാൾക്ക്, ഒരു മലയാളിക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ സാധിക്കില്ല. വിമർശനങ്ങൾ ഉയരുന്നതിനിടെ കോൺഗ്രസ് ഇത്തവണയും ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരണവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തും. പക്ഷേ മുൻ വർഷങ്ങളിലേതിനേക്കാൾ വിപുലമായിരിക്കും ചടങ്ങുകളെന്ന് മാത്രം. ആരാ BJP-ക്കാര് ഏറ്റെടുത്തു എന്ന് പറയുന്നത്? എങ്ങനെ ഏറ്റെടുത്തു എന്നാ പറയുന്നത്? ആരെയും അനുസ്മരിക്കാം, ആരെയും കഴിഞ്ഞ കാല ചരിത്രങ്ങളൊക്കെ തിരുത്താം. BJP-ക്കാർക്ക് ഇപ്പൊ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുടെയും പിറകെ പോകേണ്ട ഗതിയാ. കാരണം അവർക്ക് ഇന്ന് വരെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയില്ല. പഴയകാല കോൺഗ്രസ്സുകാരെ മൺപറഞ്ഞു പോയവരൊക്കെ ഏറ്റെടുക്കുന്ന ഒരു അവരുടെ ഇപ്പോഴത്തെ പ്രവൃത്തിയുടെ ഭാഗമാണ്. അതൊക്കെ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് ചേറ്റൂർ ശങ്കരൻ നായരെ അവഗണിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയുള്ള BJP സന്ദർശനത്തിനും അനുസ്മരണ പരിപാടികൾക്കും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സർദാർ വല്ലഭായ് പട്ടേലിനെയും അംബേദ്കറിനെയും മഹാത്മാഗാന്ധിയെയും അടക്കം BJP ആഘോഷിക്കുന്നത് പോലെ കോൺഗ്രസിന്റെ ഏക മലയാളി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ചേറ്റൂർ ശങ്കരൻ നായരെയും BJP പരിഗണിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനുള്ളത്. ന്യൂസ് മലയാളം, പാലക്കാട്.